അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഞാൻ വീണ്ടും പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ച കാരമൽ സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പായസങ്ങളിൽ തന്നെ ഏറ്റവും കേമെന്ന് പറയാൻ പറ്റിയ ഒരു പായസം ഏതാണെന്ന് വെച്ചാൽ പാൽപ്പായസമായിരിക്കും അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സദ്യയിലൊക്കെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇലയിലിട്ടിട്ട് തിന്നുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് പറയാൻ വയ്യ അല്ലേ. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് ഈ പാൽപ്പായസം, പാലട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇടക്കിടക്ക് ഈ പായസം ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുന്നത് ഞാൻ ബിരിയാണി അരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. നമ്മൾ ബിരിയാണി വെക്കുന്ന കൈമ, ജീരകശാല അങ്ങനെയുള്ള അരി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ആ അരി കൊണ്ടല്ല, ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഉണക്കലരി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതാണ് ഉണക്കലരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഞ്ഞിക്കൊക്കെ വെക്കുന്ന കുത്തരി അല്ലെങ്കിൽ നുറുക്കരി എന്ന് പറയുന്നില്ല, അതല്ല കേട്ടോ. ഇത് ഉണക്കലരി എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ പായസത്തിൻ്റെ അരി എന്ന് പറഞ്ഞാൽ മതി, പാലടയുടെ അരി എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് വാങ്ങാം. അപ്പം ഞാനിപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര, പാല്, ഈ 3 കാര്യങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പായസത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 1.5 പോങ്ങ അരിയാണ് ഞാൻ എടുത്തത്. 1.5 പോങ്ങ എന്ന് പറയുമ്പം ഇതേപോലെ ഒരു പിടി അരി എടുക്കാം, അതിൻ്റെ കൂടെ ഒരു പകുതിയും കൂടെ എടുക്കാം. അങ്ങനെ 1.5 പോങ്ങയാണ് ഞാനിപ്പം അരി എടുത്തത്. ഇത് നന്നായിട്ടൊന്നങ്ങ് കഴുകി എടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്നങ്ങ് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്നങ്ങ് ചേഞ്ചായി വന്നിട്ടുണ്ട്, കുറച്ചൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റോളം ഒന്നങ്ങ് കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാം ഇട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1.5 പോങ്ങ അരിയാണല്ലോ എടുത്തത്. ഒരു പോങ്ങയും പിന്നെ ഒരു പകുതിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പാൽ എത്രയാണെന്ന് വെച്ചാൽ 4 ഗ്ലാസ് പാലാണ് വേണ്ടത്. അപ്പം അളന്നിട്ട് 4 ഗ്ലാസ് പാൽ കറക്റ്റായിട്ട് ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 3.25 ഗ്ലാസോളം പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം കുറച്ച് തിക്ക് മിൽക്കാണ് എടുത്തത്, അതുകൊണ്ടാണ് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ പഞ്ചസാര എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാലളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കുക എന്ന് പറയുമ്പം ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അരി പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. കുക്കറിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ ആ ഒരു സ്വീറ്റ് ഇറങ്ങും, പാലിൻ്റെ ആ ഒരു തിക്നെസ്സും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി പായസമായിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ആയാലും ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആയാലും ഏറ്റവും ലോ ആക്കി വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഇതങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അരിയൊന്നും വെന്ത് കിട്ടൂല. പിന്നെ ഈ പാല് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുപോലെ അതിൽ കടന്നിട്ട് ആ പാലിൽ കടന്നിട്ട് തന്നെ അരിയും നന്നായിട്ട് വെന്ത് കിട്ടണം, മധുരവും പിടിച്ച് കിട്ടണം, പിന്നെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ കുറച്ച് സമയം തന്നെ ഇതിന് വേണ്ടി വരും. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ എന്തായാലും ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ സാധാരണ ഞാൻ പാൽപ്പായസം ഉണ്ടാക്കാറ് ബിരിയാണി അരി കൊണ്ടാണ്. അത് ഈ പറഞ്ഞ പോലെ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ പാലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും. കുറുക്കിയെടുത്ത ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാറ്. എന്നിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഈ ഒരു റെസിപ്പി ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. വീഡിയോ ആരുടേതാണെന്നും കൂടെ പറയാം. മല്ലിക സുകുമാരൻ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു പാൽപ്പായസമാണ്. ഏതോ ഒരു ചാനലിൽ ഇതേപോലെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ്. യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പം ആ ഒരു റെസിപ്പി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കണം തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. 1.5 പോങ്ങ അരിക്ക് 4 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, ഇതാണ് അവരും അന്ന് എടുത്ത അളവ്. അതേ അളവ് തന്നെയാണ് ഞാനിതിൽ ഫോളോ ചെയ്തത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിപ്പം കുക്കർ തുറന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിന് പ്രത്യേകിച്ചൊന്നും ചേർക്കാനോ ഒന്നും ചെയ്യാനോ ഇല്ല. ഒരു അരനുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം, അത്രേ വേണ്ടുള്ളൂ. അപ്പം പായസത്തിൻ്റെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ എസൻസോ ഏലക്കാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ടതായിട്ടുമില്ല, കാരണം പാല് കുറുകിയിട്ടാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ പായസത്തിനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഷുഗർ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. പായസം ഇപ്പം നല്ലൊരു തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലും ലൂസായിട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ പാലിൻ്റെ അളവൊന്നങ്ങ് കൂട്ടിയാൽ മതി. ഒരു 4 ഗ്ലാസ് എന്നുള്ളത് 5 ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ചൂടൊക്കെ ആറി വരുമ്പം പായസത്തിൻ്റെ ആ ഒരു തിക്നെസ് കൂടി കൂടി വരും, നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ കുറച്ച് പാല്, ചൂടാക്കിയ പാലങ്ങ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പം ഞാനിവിടെ അരമണിക്കൂറാണ് വെച്ചത്. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കുറച്ചധികം സമയം, ഞാനിപ്പോൾ അരമണിക്കൂറാണ് വെച്ചത്, ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നല്ലൊരു പിങ്കിഷ് കളറായിട്ട് വരും. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം സമയം കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എന്തായാലും ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസത്തിൻ്റെ റെസിപ്പി. അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ പാൽപ്പായസത്തിൽ നിന്നും ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു പായസം തന്നെയാണിത്. അപ്പം അതിന് മല്ലിക ചേച്ചിയോട് താങ്ക്സ് പറയാണ്. ഈ വീഡിയോ മല്ലിക ചേച്ചി കാണുമോയെന്നൊന്നും അറിയില്ല, എന്തായാലും താങ്ക്സ് പറയണമല്ലോ, കാരണം അവരുടെ അടുത്തുനിന്ന് കിട്ടിയൊരു റെസിപ്പിയാണല്ലോ. അപ്പം താങ്ക് യു. അപ്പം ഇനി എൻ്റെ വ്യൂവേഴ്സിനോട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ കാണാനും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.